Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്കങ്ങ് പോയാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ എയർ കണ്ടീഷനിലേക്കാണ്, AC. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പടങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ? വേൾപൂൾ, ഗോദ്രേജ്, കെൽവിനേറ്റർ, ഹയർ, അങ്ങനെ ഒരുപാട് കമന്റുകളുണ്ട്. ഇതൊന്നുമല്ല കേട്ടോ. സാധാരണക്കാരന്റെ AC എന്ന് പറഞ്ഞാൽ ഒരു സീലിംഗ് ഫാനാണ്. അതിന്റെ പാർട്സുകളെ കുറിച്ച് ഒരു ചെറിയ ബ്രീഫിംഗ് ആണ് ഇന്നിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പാർട്സ് ഓഫ് എ സീലിംഗ് ഫാൻ. അപ്പൊ നമ്മുടെ സീലിംഗ് ഫാനിന് ഇത്രയും പാർട്ടുകളാണ് ഇങ്ങനെയുള്ള, ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും പാർട്ടുകൾ അതിനകത്ത് ഉണ്ടാവണം. ആ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് അതിന്റെ ഇമേജോട് കൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് നട്ട് ആൻഡ് ബോൾട്ട് വിത്ത് വാഷർ. ഏറ്റവും മുകളിൽ നമ്മൾ ഫാൻ ഹൂക്ക് ഫിറ്റ് ചെയ്യുന്ന നമ്മളെ സീലിംഗിൽ ഹൂക്കിൽ ഫിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന നട്ടും ബോൾട്ടും ആണ്. അവിടെ 2 സെറ്റ് ഉണ്ട്, താഴെ മുകളിലുമായിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് താഴോട്ട് കാണിക്കാം. ഇപ്പോൾ ആ ഇമേജ് നിങ്ങൾ കണ്ടല്ലേ. ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഇതിൽ തന്നെ ഫാനിന്റെ എല്ലാ ബോൾട്ടുകളിലും വരുന്ന ഒരു സാധനമാണ് ക്വാർട്ടർ പിൻ അല്ലെങ്കിൽ സ്പ്ലിറ്റ് പിൻ എന്ന് പറയുന്ന സാധനം. അതായത് ബോൾട്ട് ലൂസായി പോയാലും ഇത് തിരികെ വന്ന് ഈ സ്പ്ലിറ്റ് പിന്നിൽ ഇടിച്ച് നിൽക്കണം, അത് ഊരി താഴെ തലയിൽ വീഴരുത് എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഓക്കെ, ഒരു സേഫ്റ്റിയാണ്. അടുത്തതെന്ന് പറയുന്നത് ഹാങ്ങിങ് ക്ലാമ്പ് ആണ്. ആ ക്ലാമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാഷർ ഉണ്ട്, അതിന്റെ ഫിഗർ നിങ്ങൾക്ക് കാണാം, അതിലും സ്പ്ലിറ്റ് പിന്നും എല്ലാം ഉണ്ട്. ഓക്കെ, അടുത്തത് കനോപ്പീസ്. കനോപ്പീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കപ്പുകളാണ്. ബോട്ടം കനോപ്പി ഉണ്ട്, ടോപ്പ് കനോപ്പി ഉണ്ട്. അത് 10 സെന്റിമീറ്റർ ഡയമീറ്ററും 9 സെന്റിമീറ്റർ പൊക്കമുള്ളതാണ് ഒരു നോർമൽ ഫാനിന്റെ. പിന്നെ പല ഡിസൈനുകൾ വരുമ്പോൾ ചെറിയ വേരിയേഷൻസ് അവിടെ ഉണ്ടാവാം. അടുത്തത് അതിന്റെ റോഡാണ്, ഡൗൺ റോഡ് എന്നാണ് അതിന് പറയുന്നത്. അതിന് മുകളിലും താഴെയും ഈ ഇത് കണക്ട് ചെയ്യാനുള്ള ഉണ്ട്. അപ്പോൾ മുകൾ വശത്ത് ഒറ്റ സൈഡ് മാത്രമാണ്, ഒറ്റ ഹോള് ഡബിൾ സൈഡാണുള്ളതെങ്കിൽ താഴെ വശത്ത് 1 സൈഡും ഡബിൾ സൈഡും ഓരോന്ന് വെച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ പല ഫാനുകളിലും വയറ് കണക്ട് ചെയ്യുന്നതിന് ലൂസാക്കി എടുക്കുന്നതിനായിട്ടുള്ള ചെറിയൊരു കട്ടിങ് അതിനകത്തുണ്ടാവും. അതായത് ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് അടുത്ത് കൊടുക്കുന്നതിന് കൂടി ചേർത്തിട്ടാണ് ആ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ബോട്ടം സൈഡിലുള്ള ബോൾട്ട് നട്ട് വിത്ത് സ്പ്ലിറ്റ് പിന്നാണ്. ഓക്കെ, അതിന്റെ കപ്പാസിറ്റർ വിത്ത് ഹാങ്ങിങ് ക്ലാമ്പ്. അപ്പൊ അതിന്റെ ആ കപ്പാസിറ്ററും അതിനെ ഹാങ് ചെയ്യുന്ന ഒരു ക്ലാമ്പുമാണ്, ചെറിയൊരു ക്ലാമ്പ്. അതിനകത്ത് തന്നെയാണ് നമ്മൾ കണക്ഷൻ ഉൾപ്പെടെ കൊടുക്കുന്നത്. നമ്മൾ മുകളിൽ നിന്ന് വരുന്ന സപ്ലൈ വയറും ഫാനിന്റെ വൈൻഡിങ്ങിൽ നിന്ന് വരുന്ന വയറും കപ്പാസിറ്റർ വയറും എല്ലാം തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പോയിന്റാണ് അത്. അടുത്തത് നമ്മുടെ ഫാനിന്റെ മോട്ടോറാണ്. അതിന്റെ പാർട്ട് ബൈ പാർട്ടായിട്ട് മോട്ടോർ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വൈൻഡിങ് ഉണ്ട്, അതുപോലെ ബെയറിംഗ് ഉണ്ട്, ഒരു റോഡുണ്ട്, പിന്നെ അതിനകത്തൊരു കോറുണ്ട്, ബോട്ടം ടോപ്പ് കവറും ഉണ്ട്. ഓക്കെ, അടുത്തത് നമ്മുടെ ഒരു ഫാനിന്റെ ഇന്റേണലി ഉള്ള ആണ് കണക്ഷൻ വയർ വരുന്ന പോയിന്റ്സുകൾ, കാര്യങ്ങൾ, കപ്പാസിറ്റർ വരുന്ന കണക്ഷൻ, നെക്ക്, പിന്നെ ആ ഇൻസുലേഷൻ ആയിട്ടുള്ള ഒരു ചെറിയ കവറിംഗ് പേപ്പർ ആ വൈൻഡിങ്ങിന് ഇടയ്ക്കുണ്ട്. ആക്സിൽ അല്ലെങ്കിൽ ഷാഫ്റ്റും കാര്യങ്ങളും വൈൻഡിങ് 2 വൈൻഡിങ് ആണ് ഇതിനകത്ത്, സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും റണ്ണിങ് വൈൻഡിങ്ങും, പിന്നെ ബോൾ ബെയറിംഗ്സും ഉണ്ട്. ഓക്കെ, പിന്നെ ഏറ്റവും അടിയിൽ ചില ഫാനുകൾ ഡെക്കറേറ്റീവ് പാർട്ടായിട്ട് പൂവോ കാര്യങ്ങളൊക്കെ വരാൻ ഒരു ചെറിയ ഹോൾ ഇടുകയോ അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കുകയോ ഹോളിട്ട് നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യുക എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ പിന്നെ വരുന്നതാണ് നമ്മുടെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫാൻ ബ്ലേഡ് അസംബ്ലി. അത് നിങ്ങൾ കണ്ടാൽ അറിയാം, ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഒരു സാധനം മോട്ടറിൽ വന്നിട്ട് അതിൽ നിന്ന് റിവറ്റിങ്ങോ നട്ടോ ബോൾട്ടോ ആയിട്ടാണ് നമ്മുടെ ലീഫ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫാൻ ബ്ലേഡ് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു സാധാരണക്കാരന്റെ AC എന്ന് പറയുന്ന സീലിംഗ് ഫാനിൽ ഉള്ളത്. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.